ആശേ. ചോദിച്ചായോ ഞാൻ ആശയുടെ ആരാണെന്നറിയാമോ? കോഴി ചോദിക്കുമ്പോ കൊഞ്ഞനെ കാണിക്കുന്നതാ. എടാ ഞാൻ അവളുടെ അങ്കിളാ, ചാർലി ചാക്കോ. നിന്റെ പരിപ്പ് എന്റെ വീട്ടിലിട്ട് വേവിക്കാൻ നോക്കരുത്, വേവത്തില്ല, മനസ്സിലായോ? ആശേ ആശേ, ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? പല പ്രാവശ്യം പല രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ പോക്ക് ശരിയല്ലെന്ന്. നീ കേൾക്കുന്നുണ്ടോ? എന്ത് കഷ്ടമാ! എപ്പോ നോക്കിയാലും പുറകെ നടന്നുണ്ട് മനുഷ്യന്. ആയമേ, എന്തു വേണം? ഈ എണ്ണ എല്ലാം കൂടെ ഇങ്ങനെ തീർത്താലോ? ചെലവാ. എന്നെ ഭരിക്കാൻ വരില്ലേ? നിന്റെ മമ്മി പോലെ എന്നോട് ഇങ്ങനെ പറയില്ല. നീ ആരെയാ ഈ തോപ്പിക്കുന്നത്? എലിയെ തോപ്പിക്കാൻ ഇല്ലത്തിന് തീ കൊടുത്ത? തള്ളേ, ഈ പൈപ്പങ്ങ് നിർത്തിക്കേ, വെള്ളം പോണ കണ്ടില്ലേ? നിലത്ത് നിന്ന് വളരും മോളെ, അങ്ങനെ പൊങ്ങാതെ ഉച്ചിടിക്കും. ഓ, എന്തൊരു പെണ്ണിത്! എന്താടി മുതുക്കി പറഞ്ഞു? ഈശോ, എന്റെ അമ്മച്ചി, അയ്യോ ഈശോ! എന്താ ആശ, നിനക്ക് ഭ്രാന്തുണ്ടോ? എന്തൊരു മനുഷ്യനാ! നടക്കുന്ന വെറുതെ പുറകെ, സ്വയമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. ശല്യം കേറി വന്നിരിക്കുന്നു. ഞാൻ പോകുന്നു. ഞാൻ ആശേ, ആശേ, ആയമ്മ പോകുന്നെന്ന് നീ ഒന്ന് വിളിക്കേ. ഇല്ല, ഞാൻ വിളിക്കില്ല. നീ ഒരു കാര്യം മറക്കരുത് കുട്ടി. 14 വർഷം എന്റെ കൈ കൊണ്ട് നിനക്ക് പാല് തന്നു. ആ പാലാണ് നീ എന്റെ മുഖത്തൊഴിച്ചത്. ആയമ്മയ്ക്ക് 14 വർഷത്തിന്റെ പ്രതിഫലം നീ തന്നു. ചാർലി, ഞാൻ പോകുന്നു. ആയമേ, നിൽക്കേ ആയമേ, ആയമേ, ആശേ, ആയമേ, ആശേ, നീ വിളിക്കുമോളെ. മോളെ, നീ നന്നാവാൻ വേണ്ടിയാണെന്ന് കരുതിയാ മതി. എനിക്ക് നിന്നെ രക്ഷിക്കണം. എന്നെ നന്നാക്കാൻ നിങ്ങൾ ആരാ? ഓ, നന്നാക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ ആരാ രക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ നശിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. Happy birthday to you. Happy birthday to you. Happy birthday, dear Rosie. Rosie, Rosie. Happy birthday, Rosie. റോസി, നിനക്ക് എന്ത് പറ്റി റോസി? നിങ്ങളെ എനിക്കിഷ്ടമല്ല. എന്താ, പഴയ കാലത്തിലേക്ക് പോയോ? അതൊക്കെ ശരിയായിരുന്നെന്ന് തോന്നുന്നുണ്ടല്ലേ? മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുമ്പോ അതിനുള്ള യോഗ്യത ഉണ്ടോന്ന് സ്വയം ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ എന്റെ ആരുമല്ല, ചെകുത്താനാ, ഡെവിൽ. എന്താ പിന്നെ ആ കുട്ടിയെ കുറ്റപ്പെടുത്താതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഒന്നുമില്ല.
ഒന്നുമില്ല. കൊള്ള മറ്റുള്ളവരെ ചിരിപ്പിച്ച് സ്വയം വേദനിക്കുകയാണല്ലേ? പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും വേദനയും നൊമ്പരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു മുറിപ്പാട്, അതിന് ഇപ്പോഴും ചോര പൊടിയുന്നു. ചിരിക്കണ്ട. ഒരു വെള്ള തുണി കൊണ്ട് നിങ്ങളത് മറയ്ക്കാൻ ശ്രമിക്കുക. ആ തുണിയിൽ ചോരയുടെ നനവ് എനിക്ക് കാണാം. ഗീത ഇങ്ങനെ സാഹിത്യം പറയാതെ. ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. നിങ്ങളെ കൂടുതൽ കൂടുതൽ അറിയും തോറും ഒരുമിച്ച് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ വിഷമം? എന്നോട് പറയൂ. എന്നോട് പറയൂ ചാർലി. എന്തു പറ്റി ഈ തടിയന്? ഇത്ര കുറച്ച് ആഹാരം മതിയോ? ഗീതേ, കഴിഞ്ഞ 14 വർഷം ദിവസവും ഞാനൊരു ആനയെ തിന്നുമായിരുന്നു. എനിക്കിപ്പോൾ ഈ ജീവിതത്തോട് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനിയും എന്റെ ശരീരം വളർന്നുകൂടാ. ഗീതയ്ക്ക് ഞാൻ നല്ലൊരു മാച്ച് ആയിരിക്കണ്ടേ? അയ്യോ ചാർലി, അങ്ങനെ മെലിയണ്ട. എനിക്ക് തടിയനെയാണ് ഇഷ്ടം. സോറി. താങ്ക് യു. ആരാ? ഹലോ, ഞാൻ ബിന്ദു. ഹലോ. നമ്മുടെ ചാർലി ചായന്റെ. ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങളിത് വഴി ടൂറിന് ഇറങ്ങിയപ്പോ ചാർലി ചായനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. ബിന്ദുവിനും താല്പര്യമാ. വരൂ ചേച്ചി. അയ്യോ, സമയമില്ല. പിന്നെ 1-2 കാപ്പി കുടിക്കാനുള്ള സമയമേ ഉള്ളൂ. എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ. ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. Made for each other. ये तुझे के लिए. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല് ബിന്ദു. എന്റെ ഈശോ, എന്താവോ?